റൂമിലൂടെ ആദ്യ പിടിച്ച് നടക്കായിരുന്നു നമ്മുടെ മാള്. കാരണം കുറച്ചു മുമ്പാണ് തനിക്കൊരു കല്യാണാലോചന വന്ന വിവരം അറിഞ്ഞത്. അതിന്റെ ടെൻഷനിലാണ് കക്ഷി. പാവം, പുള്ളിക്കാർക്ക് അറിയില്ലല്ലോ ചെക്കൻ നമ്മുടെ ഹരിയാണെന്ന്. കല്യാണാലോചന വന്നു എന്ന് കേട്ടപ്പോഴേ ചെക്കൻ ആരാന്ന് പോലും അന്വേഷിക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടിയതാണ് കക്ഷി. വീട്ടിലുള്ളവരുടെയൊക്കെ സഹായം ചോദിച്ചിട്ട് കിട്ടാതായപ്പോൾ വലിയേട്ടന്റെ സഹായം ചോദിക്കാൻ അമ്മനെ വിളിച്ചതാണ് കൊച്ചു. പാവം കൊച്ചിന് അറിയില്ലല്ലോ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ തന്നെ വലിയേട്ടനാണെന്ന്. അങ്ങനെ വലിയേട്ടനെ വിളിച്ചിട്ട് കിട്ടാത്ത വിഷമത്തിലും കല്യാണാലോചനയുടെ ടെൻഷനിലും കൊച്ചു റൂമിൽ കിടന്ന് അങ്ങനെ ഉലാത്തുകയാണ്. ഈ മാളു അങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നപ്പോഴാണ് റൂമിലേക്ക് ഓടിക്കതച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആരുമോ വിളിക്കുന്നത്. നീ ഇത്രയും നേരം എവിടെ പോയി ചത്തെടുക്കുന്ന പുല്ലേ? അവനെ കണ്ടതും എല്ലാ ദേഷ്യം കൂടെ കൊച്ചു അവന്റെ മേലെ അങ്ങ് തീർത്തു. എടി, ഞാനൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു, വന്നപ്പോഴല്ലേ വിവരങ്ങൾ അറിയുന്നു. ഞാൻ കേട്ട സത്യമാണോടി, നിന്റെ കല്യാണം തീരുമാനിച്ചോ? ആടാ സത്യം. അവൻ ആശ്ചര്യത്തോട് ചോദിച്ചതും അവൾ സങ്കടത്തോടെ പറഞ്ഞു. ആട്ടെ, എവിടുന്നാ ചെക്കൻ? അത് കേട്ടത് അവൻ ചോദിച്ചു. ആർക്കറിയാം, ഉറപ്പിച്ചെന്ന് കേട്ടതിന് എൻ്റെ ജീവൻ പോയി. പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനൊന്നും ഞാൻ നിന്നില്ല. കല്യാണം വേണമെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കണം, എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കിത്താ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തേങ്ങലോടെ പറഞ്ഞു. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യും? മുത്തശ്ശനൊരു കാര്യം തീരുമാനിച്ചാൽ ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? അവൾ പറഞ്ഞു കേട്ട് അവൻ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആരും ഹരിയേട്ടനല്ലാതെ മറ്റാരെ ഞാൻ വിവാഹം കഴിക്കില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം ഹരിയേട്ടനെ വിളിച്ച് ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കും. എന്നിട്ട് പുള്ളിക്കാരനോട് അവരോട് ഒന്ന് സംസാരിക്കാൻ പറ. അതിനൊരാഴ്ചയായി ഞാൻ വിളിക്കുമ്പോൾ അങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ മാറ്റി വിളിച്ചാൽ ഞാനാണെന്ന് അറിയുമ്പോൾ അങ്ങനെ ഇപ്പം കട്ടിക്കും. അവൻ പറഞ്ഞു കേട്ടു അവൾ സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? എനിക്കറിയില്ല. ഒരു സഹായത്തിനെ വലിയേട്ടനെ വിളിച്ചു നോക്കി. എന്നിട്ടെന്താ വലിയേട്ടനും ഫോൺ എടുക്കുന്നില്ല. അവൾ അത് പറഞ്ഞുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നീ വിഷമിക്കാതിരി, നമുക്കെന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അവളുടെ സങ്കടം കണ്ട് അവനവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്നാൽ ഇവരുടെ സംഭാഷണം പുറത്തുനിന്ന് 2 ജോഡി കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ഇട്ടു. ശേഷം പരസ്പരം ഹൈഫൈ കാണിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. ഇതേ സമയം അവൻ ദച്ചുവിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അവൻ ആദിയുടെ മെസ്സേജ് വന്നത്. ഫോൺ എടുത്ത് നോക്കി മറുപടിയായി ഒരു തംസപ്പ് സെൻഡ് ചെയ്തുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ അടുത്തിരിക്കുന്ന ദച്ചുവിനെ നോക്കി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ കാർ അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടു. ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ വണ്ടി നിർത്തി ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ തന്നെ ദച്ചുവും ഇറങ്ങി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവന് പിന്നാലെ അകത്തേക്ക് നടന്നു. അവൻ നേരെ മുകളിലത്തെ ലിവിംഗ് റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അവൻ സെറ്റിയിലേക്ക് ഇരുന്നു. ഹെഡ് ഡ്രസ്സിലേക്ക് തലയാഴ്ച അവൻ കണ്ണടച്ചിരുന്നു. ദച്ചു അടുത്തേക്ക് വന്നു അവൻ തല ഉയർത്തി നോക്കി. സിറ്റ്. അവളെ കണ്ടതും അവൻ മുമ്പിലുള്ള സോഫ അണിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ നോക്കിക്കൊണ്ട് അവൾ അവിടെ ഇരുന്നു. അവളെ നോക്കിക്കൊണ്ട് ദീർഘശ്വാസം എടുത്ത് അവൻ അവളോടായി ചോദിച്ചു. നിനക്കെന്താ അറിയേണ്ടത്? മാളു ആരാണെന്നല്ലേ? ഷീസ് മൈ സിസ്റ്റർ. വാട്ട്? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളൊരു ഞെട്ടലോട് ചോദിച്ചു. യെസ്, അവളെൻ്റെ പെങ്ങളാണ്, എൻ്റെ ചെറിയച്ഛൻ്റെ മകൾ. അവൾ നിന്നോട് എപ്പോഴും പറയുന്ന അവളുടെ വലിയേട്ടൻ അത് ഞാനാണ്. അവൻ പറഞ്ഞു കഴിഞ്ഞതും ദച്ചു വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് അവനെ തന്നെ നോക്കിയിരുന്നു. ദേവ് മഹാദേവ് വർമ്മ? അവളുടെ നാവിൽ നിന്ന് ആ പേര് ഉതിർന്നു വീണു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആരവും ആളും എപ്പോഴും പറയുന്ന അവളുടെ വലിയേട്ടൻ. അപ്പൊ അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് തന്നെ ഇവിടെ കൊണ്ടുവന്ന്. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ അവൾ നോക്കി ചിരിച്ചു. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ശിവ, നീ എനിക്ക് ആരാണെന്ന് അവർക്കറിയില്ല. ഈ നിമിഷം വരെയും നീ എൻ്റെ അടുത്തുണ്ടെന്നും ഞാൻ നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും അവർക്കറിയില്ല. അവൻ പറയുന്ന കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി. കാരണം കുറച്ച് ദിവസമേ ആയിട്ടുള്ളെങ്കിലും അവരവൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് തന്നെ പിടിച്ചു കൊണ്ടുവന്നെങ്കിൽ തനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനി തനിക്ക് എന്നെക്കുറിച്ച് അറിയണ്ടേ? അവൻ്റെ ശബ്ദമാണ് ദച്ചുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൾ അവനെ നോക്കിയതും അവനൊരു പുഞ്ചിരിയോടെ അവനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ദേവ് മഹാദേവ് വർമ്മ എന്ന അമൻ ദേവ് വർമ്മയെക്കുറിച്ച്. മഹാദേവ് വർമ്മയ്ക്ക് ലക്ഷ്മി തമ്പുരാട്ടിക്കും ഒരേ ഒരു പുത്രൻ. കോവിലകത്ത് ആദ്യത്തെ പേരക്കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് ഒത്തിരി സ്നേഹമായിരുന്നു. മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേര് ദേവദാസ വർമ്മ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ എന്നെ ദേവ് മഹാദേവ് വർമ്മ എന്ന് വിളിച്ചു. അവരുടെയൊക്കെ ദേവുണ്ട്. അപ്പം അമൻ ദേവ്? അത് റെക്കോർഡിലെ പേര്. അവൾ സംശയത്തോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു. 3 വയസ്സ് വരെ മാത്രമേ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് മുത്തശ്ശന് ബിസിനസ്സിലെന്തോ വലിയ തകർച്ച സംഭവിക്കുന്നു. വലിയൊരു ലോസായിരുന്നു സംഭവിച്ചത്. അത് ബിസിനസ്സിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു.
ഒരായുസ്സിലെ മുഴുവൻ കഷ്ടപ്പാടും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന കണ്ടതും മുത്തശ്ശൻ വീണു. നെഞ്ചുവേദന വന്ന ഹോസ്പിറ്റലായി. അന്ന് അച്ഛനും ചെറിയച്ഛന്മാരൊക്കെ കമ്പനിയിലെ സ്റ്റാഫുകൾ മാത്രമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മുത്തശ്ശൻ അവരോട് കമ്പനി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ തണലിൽ നിന്ന് അവർക്ക് ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവർ ഓരോരുത്തരുടെയും കഠിന പ്രയത്നം കൊണ്ട് ബിസിനസ് ലോസിൽ നിന്നും കരകയറി. അന്നും സ്റ്റേറ്റിനകത്തും പുറത്തുമായിട്ട് ഒത്തിരി ബിസിനസ് ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു പുറത്ത് ബിസിനസ് നോക്കിയത്. എല്ലാം കൂടെ അച്ഛന് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് അച്ഛനോടൊപ്പം അമ്മയും കൂടി. ഞാൻ കുഞ്ഞായതുകൊണ്ട് തന്നെ അവരോടൊപ്പം എന്നെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെ നാട്ടിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പം നിർത്തി. അച്ഛനും അമ്മയില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയുടെ ഒപ്പം ഞാൻ ഹാപ്പിയായിരുന്നു. അച്ഛനും അമ്മക്കും ബിസിനസ്സും പണവും സ്റ്റാറ്റസുമെല്ലാം ഒരു ലഹരിയായി മാറി. അവർ നാട്ടിലേക്ക് പോലും വരാതെയായി. വല്ലപ്പോഴുമുള്ള ഫോൺ കോളായിരുന്നു എനിക്ക് അവരായിട്ടുള്ള ബന്ധം. എനിക്കതിൽ വിഷമം തോന്നിയില്ല. എന്നെ സ്നേഹിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയച്ഛന്മാരും ചെറിയമ്മമാരൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും വിടവ് ഞാൻ അതിൽ നികത്തി. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു കുഞ്ഞിനെയും ജനിക്കുന്നത്. മാനു എന്ന ഞങ്ങളുടെ മനു. മാനു സാറാ? അവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, നിങ്ങളുടെ മാനവ് സാറ് തന്നെ. അവൻ ജനിച്ചതും എല്ലാവർക്കും അവനോടായി സ്നേഹം. അതുവരെ എനിക്ക് ലഭിച്ചിരുന്ന സ്നേഹവും കരുതലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അവനോട് കുഞ്ഞ് അസൂയ തോന്നി. അവൻ പറഞ്ഞതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അത് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി. അവൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ആദിയും ജനിച്ചു. ആദിയേട്ടൻ? ആദിദേവ്. അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു. അതോടെ വീട്ടിലെ ചെല്ലക്കുട്ടിയായിരുന്നു ഞാൻ അവരുടെ വലിയേട്ടനായി. അവരെന്തെങ്കിലും കുസൃതി കാണിച്ചാൽ നീ അവരുടെ ഏട്ടനാണ്, നീ വേണം ക്ഷമിക്കാനെന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. അതോടെ ഞാൻ അവരുടെ ഗൗരവക്കാരനായ ഏട്ടനായി. എങ്കിലും എൻ്റെ അനിയന്മാർ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. സ്കൂളിൽ ചേർക്കാൻ കാലമായപ്പോൾ അച്ഛനും അമ്മയും വന്ന് എന്നെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. നല്ല വിദ്യാഭ്യാസത്തിനാണെന്ന് പറഞ്ഞ് കണ്ണത്താ ദൂരത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് ഹരി. സ്പോൺസറുടെ കീഴിൽ പഠിക്കാൻ വന്നത്. വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എൻ്റെ അനിയന്മാരെ കാണാമല്ലോ. എന്നാൽ വളരുന്തോറും അവരെന്നിൽ നിന്ന് അകലുന്ന പോലെ തോന്നി. എൻ്റെ ഗൗരവത്തിൻ്റെ മൂടുപടം കണ്ടായിരിക്കാം അവരെന്നോടൊപ്പം കളിക്കാനൊന്നും വരാറില്ല. പെട്ടെന്ന് എല്ലാവരും എന്നിൽ നിന്ന് അകലുന്ന പോലെ തോന്നി. അങ്ങനെ വല്ലാതൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടാണ് ഉണ്ണികൃഷ്ണൻ എന്ന എൻ്റെ ഉണ്ണി. ഞങ്ങളുടെ അയൽപ്പക്കത്ത് പുതുതായി താമസിക്കാൻ വന്നവരായിരുന്നു. ഓരോ വെക്കേഷൻ അവനെ കാണാനായി ഞാൻ ഓടി വരും. അച്ഛനും അമ്മയും ഉണ്ണിയും അവൻ്റെ അനിയത്തി ഉമ്മയും അതായിരുന്നു അവൻ്റെ കുടുംബം. അവൻ്റെ അച്ഛൻ ബാലമാഷ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. നാട്ടിലെ ഏത് പ്രശ്നത്തിനും അദ്ദേഹം ഇടപെടും. അത് കോവിലത്തെ തമ്പുരാന്മാർക്കും ചില നാട്ടുപുറമാന്മാർക്കൊന്നും ദഹിച്ചിരുന്നില്ല. അതിൻ്റെ ഫലമായി എന്നാൽ കൂട്ടുകെട്ടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുത്തച്ഛനും ചെറിയച്ഛന്മാരൊക്കെ ഒത്തിരി പരിശ്രമിച്ചു. എന്നാൽ എനിക്ക് അവനോടുള്ള അടുപ്പം കൂടിയതേയുള്ളൂ. മുത്തച്ഛൻ്റെ ആജ്ഞകളൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല. അതിൻ്റെ അനന്തരഫലം ഒത്തിരി വലുതായിരുന്നു. ഒരു ദിവസം രാത്രി ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഉണ്ണിയുടെ വീട് കത്തിയാൻ വരുന്നതാണ് കണ്ടത്. എല്ലാവരും കൂടി വെള്ളമൊഴിച്ച് തീകെടുത്തിയപ്പോഴേക്കും എല്ലാം നശിച്ചിരുന്നു. എൻ്റെ ഉണ്ണിയെ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒരു പിടി ചാരമായി മാറി. അതെനിക്കൊരു ഷോക്കായിരുന്നു. മുറിയിൽ നിന്നിറങ്ങാതെ ഞാനൊരിടത്തിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് പോയപ്പോഴാണ് മുത്തശ്ശൻ ചെറിയച്ഛന്മാരോട് സംസാരിക്കുന്നത് കേട്ടത്. അവരുടെ മരണം അപകടമാണെന്നേ പുറത്തു വരാവും, ഒരിക്കലും അതൊരു കൊലപാതകമാണെന്ന് പുറത്ത് അറിയരുതെന്ന്. ഒരു നിമിഷം ഞാൻ അന്തിച്ചുപോയി. എൻ്റെ ഉണ്ണിയെയും കുടുംബത്തെയും കൊന്നതാണെന്ന്. ഒരുപക്ഷെ ഞാൻ അവരുമായി കൂട്ടുകൂടിയിട്ടായിരിക്കുമോ അവരവനെ കൊന്നത്. ആകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. തലക്കകത്ത് ആകെ ഒരു മരവിപ്പ്. അലറി വിളിച്ച് എൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. എൻ്റെ ഉണ്ണിയെ നിങ്ങളെന്തിനു കൊന്നു എന്ന് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. എല്ലാവരും അന്തം വിട്ട് നോക്കി. പതിയെ പതിയെ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങി. ഒടുവിൽ മകനെ നഷ്ടപ്പെടുമെന്ന ഘട്ടെത്തിയപ്പോൾ അച്ഛനും അമ്മയും വന്നു. അവരെന്നെ സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ചികിത്സയിൽ ഞാൻ തിരികെ വന്നു, പുതിയൊരു അമ്മനായി. അവിടുന്ന് നേരെ ബോർഡിംഗ് സ്കൂളിലേക്കാണ് പോയത്. തറവാട്ടിൽ ആരെയും കാണാൻ തോന്നിയില്ല. എല്ലാവരെയും വെറുത്തു. വെക്കേഷന് പോലും ബോർഡിങ്ങിൽ തന്നെയായിരുന്നു. കൂട്ടിന് ഹരിയും ഉണ്ടായിരുന്നു. അവനോട് മാത്രം എല്ലാം പറഞ്ഞു. പിന്നെ അവൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു, ഒരു നിഴല് പോലെ. അവൻ പറഞ്ഞു കഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ദേവേട്ടൻ്റെ വീട്ടുകാരാണോ അവരെ കൊന്നത്? കുറച്ച് സമയത്തിന് നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു. അല്ല, ഉണ്ണിയുടെ അച്ഛൻ്റെ വീട്ടുകാർ. എന്തിന്? സ്വത്തിന് വേണ്ടി. സ്വത്തിനു വേണ്ടിയോ? അതെ, അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ വലിയ തറവാട്ടുകാരായിരുന്നു. അമ്മ അനാഥയും. അവൻ്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവൻ്റെ മുത്തശ്ശൻ മരണക്കിടക്കൽ വെച്ച് അവരെ കാണണമെന്ന് പറഞ്ഞു. അവർ തിരികെ വന്നാൽ സ്വത്തുക്കളൊക്കെ അവർക്ക് കൂടി പോയെന്ന് കരുതി അവൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് അവരെ കൊന്നത്. പിന്നെന്തിനാ ദേവേട്ടന് മുത്തശ്ശൻ ഇത് കൊലപാതകമാണെന്ന് പുറത്തറിയരുതെന്ന് പറഞ്ഞത്? അവൻ പറഞ്ഞു കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം അവൾ ചോദിച്ചു. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ചെറിയച്ഛനും ബാലമാഷും തമ്മിൽ വഴിയിൽ വെച്ച് എന്തോ പറഞ്ഞു ഉടക്കി.
കേസായാൽ ചെറിയച്ഛൻ കുടുങ്ങും. അതുകൊണ്ടാണ് അവരത് അപകടാക്കിയത്. അവൻ സെറ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. അവരൊന്നും തെറ്റിയതില്ലെന്ന് അറിഞ്ഞപ്പോൾ ദേവേട്ടന് അവരോട് മിണ്ടിയില്ലേ? ഇല്ല, പിന്നെയും വർഷങ്ങളെടുത്ത് അവരോടൊന്നും മിണ്ടാൻ. അവർ കാരണമല്ലേ എൻ്റെ ഉണ്ണിക്കും കുടുംബത്തിന് നീതി കിട്ടാതിരുന്നത്. ഇപ്പോഴും അവരുടെ മുമ്പിൽ ഞാൻ പുതിയ അമൻ തന്നെയാണ്. ആരോടും യാതൊരു കടപ്പാടൊന്നും വന്നാത്ത അമൻ ദേവ് വർമ്മ. അതും പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഹെഡ്സെറ്റിലേക്ക് ചാരിയിരുന്നു. ഇതിനിടയിൽ ഞാനിങ്ങനെയാ വന്നത്? അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദച്ച് ചോദിച്ചു. അതിനവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നെല്ലിയാമ്പതിൽ വന്നിരുന്നു. അവിടുത്തെ തണുപ്പിൽ കാട്ടിലൂടെ ഒരു പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി കാട്ടാനയുടെ മുമ്പിൽപ്പെട്ട് കിടക്കുന്നു. അന്ന് ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തി അവളെ കോട്ടേജിന് മുമ്പിൽ എത്തിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയൊരു നോട്ടമുണ്ട്. അതെ, എൻ്റെ ഈ നെഞ്ചിലാവന്ന് തറച്ചത്. ചെറുചിരിയോട് അവൻ പറയുന്ന കേട്ട് അവൾ അത്ഭുതത്തോടെയാണ് ഇരുന്നത്. കാരണം അന്നത്തെ കാര്യങ്ങൾ അവൾക്ക് ചെറിയ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആനയുടെ മുമ്പിൽപ്പെട്ടൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ രക്ഷിച്ച ആ പയ്യൻ അത് ദേവേട്ടനാണോ? അവൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോഴും അവൻ്റെ മുഖത്ത് ആ കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഓഫീസിൽ തിരക്കിട്ട് ഏതോ ഫയൽ നോക്കുന്നതിനിടയിലാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. അവൻ ഫോൺ എടുത്ത് നോക്കിയത് മാളു കോളിൽ. അവനൊരു പുഞ്ചിരിയോടെ ഫോൺ എടുത്തു. ഹലോ ഹരിയേട്ടാ, ഞാൻ മാളുവാ. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പതർച്ചയോടെ പറഞ്ഞു. ആ മാളു, എന്താ വിളിച്ച്? വീട്ടിലെന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് ഏട്ടാ, വലിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുവോ? അവൻ ചോദിച്ചു. അവൾ പറഞ്ഞു. അയ്യോ മാളു, അവനിവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. വിഘ്നേശ്വര. അവൻ കുറച്ച് വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഈശ്വരനെ വിളിച്ചു പോയി. എന്താ മാളു, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് ഹരിയേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് വലിയേട്ടനൊന്ന് സംസാരിക്കണം. അവൾക്കാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്താ മാളു അത്യാവശ്യം? അത്രയ്ക്ക് അത്യാവശ്യമല്ലോ ആണോ? അത് ഏട്ടൻ എൻ്റെ കല്യാണം തീരുമാനിച്ച്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അതൊന്നും മുത്തശ്ശനോടും അച്ഛനോടും പറയാൻ പറയുമോ? അവൾ തെല്ലി വിഷമത്തോടെ പറയുന്ന കേട്ട് അവൻ ഊറിച്ചിരിച്ചു. ആഹാ, കല്യാണമായോ? അത് നല്ല കാര്യമില്ലേടാ. കോപ്പ്, ഇങ്ങനെയാണല്ലോ വിനായക ഞാൻ ഇത്രയും കാലം പ്രേമിച്ച്. താരം കിട്ടിയാൽ ഇങ്ങനെ എന്നെ കെട്ടിച്ചുവിടുന്ന തോന്നുന്നു. അവൻ പറയുന്ന കേട്ടതും അവൾക്ക് ചൊറിഞ്ഞു കയറി. അവൾ അവൻ കേൾക്കാതെ പതിയെ പിറുപിറുത്തു. എന്നാൽ ഹരി അവൾ പറഞ്ഞ മുഴുവൻ വ്യക്തമായി തന്നെ കേട്ടു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിളർന്നു. താനെന്തെങ്കിലും പറഞ്ഞോ? അത് പിന്നെ ഹരിയേട്ടാ, എനിക്ക് PG കഴിഞ്ഞ് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊക്കെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഓ അങ്ങനെ. അതിനെന്താണോ, കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോകാലോ. ഓ ഇങ്ങനെ ഇത് ഞാൻ. അവൻ പറഞ്ഞു കേട്ടതും അവൾ പല്ലിയരിച്ചു. അത് ഏട്ടാ, ഉടനെ എനിക്ക് വിവാഹം വേണ്ട. പ്ലീസ് വലിയവനോടൊന്നും പറയാവോ? അവൾക്ക് അരച്ചിൽ വരുന്നുണ്ടായിരുന്നു. തന്നോട് ചെറിയ ഇഷ്ടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഹരി ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഓർത്ത് അവൾക്ക് സങ്കടം തോന്നി. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പരോടെ പറഞ്ഞു. ആ ഓക്കെ, ഞാൻ അമ്മ വരുമ്പോൾ പറയാം താൻ വിളിച്ചിരുന്നെന്ന്. അവൾ വിഷമത്തിലാണ് മനസ്സിലായത്. അവൻ പറഞ്ഞു. അതിനവളൊന്ന് മൂളിക്കൊണ്ട് അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ താൻ അവന് മുമ്പിൽ കരഞ്ഞു പോകുന്ന അവൾക്ക് തോന്നി. എൻ്റെ മാളൂട്ടി, കുറച്ച് നാൾ കിടന്ന് ഓട്. എന്നെ ഇട്ട് കുറേ ഓടിച്ചതല്ലേ. ഫോൺ വെച്ചതും അവൻ അതിലെ പേരിലേക്ക് നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഓഫീസിലെന്തോ ആവശ്യത്തിന് അത്യാവശ്യമായി ചെല്ലേണ്ടതുകൊണ്ട് ഹരി വിളിച്ച പ്രകാരം ദച്ചുവിന് ഗസ്റ്റ് ഹൗസിൽ നിർത്തിയിട്ട് അവൻ ഓഫീസിലേക്ക് പോയി. തിരക്കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ഇരുട്ടിയിരുന്നു. ദച്ചു തനിച്ചാണെന്ന് ഓർത്ത് നേരത്തെ ഇറങ്ങാൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവൻ വേഗം അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിലൊന്നും ദച്ചുവിനെ കാണാതെ അവൻ നേരെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെയും ദച്ചുവിനെ കാണാതെ വന്നപ്പോൾ അവനൊന്ന് ഭയന്നു. വാഷ്റൂമിൽ നോക്കിയപ്പോൾ അവിടെ ആളെ കാണാനില്ല. ശിവ! അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ബാൽക്കണിയിൽ നിന്ന് ദച്ചു തിരിഞ്ഞകത്തേക്ക് നോക്കി. അവൾ അവിടെ കണ്ടതും അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. നീ എന്താ ഇവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? അവളുടെ അടുത്തേക്ക് ചെന്ന് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചത്. അതിന് മറുപടി വരാതെ അവൾ ആകാശത്ത് നക്ഷത്രങ്ങൾ നോക്കി നിന്നു. ശിവ! ഒന്നുമില്ല. ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ ആമിയെ ഓർമ്മ വന്നു. പണ്ട് ഞങ്ങൾ രാത്രിയാകുമ്പോൾ അരത്തിണ്ണയിൽ ഇതുപോലെ ഇരുന്ന് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. അവൻ അവളുടെ തോളിൽ കൈവച്ച് ആർദ്രമായി വിളിച്ചത് അവൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ കാണാതെ വിഷമിക്കുകയാണോ? അതെല്ലാവരെയും പോലെ ഞാൻ മരിച്ചുപോയി എന്ന് വിശ്വസിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത്. അവൻ അതിന് മറുപടി വരാതെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. നിന്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാനില്ലേ ശിവ? അല്പസമയത്തിന് ശേഷം അവൾ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ല ദേവേട്ട. എനിക്ക് ദേവേട്ടനോട് തോന്നുന്ന വികാരം എന്താണെന്ന് എനിക്കറിയില്ല. പ്രണയം എന്ന വികാരം തോന്നിയാൽ തന്നെ അതിന് മുകളിലായി മാതൃത്വം നിറഞ്ഞു നിൽക്കും. എന്നെ കാണാതായത് മുതൽ അമ്മ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അച്ഛനും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ആമി
അവൾ സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവില്ല. ഈ ചേച്ചിയെ അവൾക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അവരൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ ദയവായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയും? അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയതും അവൻ അവൾ തന്നെ നോക്കി നിന്നു. എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാനൊന്ന് ഫ്രഷായി വരാം, താൻ പോയി ഭക്ഷണം എടുത്ത് വയ്ക്കുക. അല്പസമയത്തിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഒരു നിമിഷം അവൻ്റെ പോക്ക് നോക്കിയെന്ന് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം വാഷ്റൂമിൽ ഷവറിനടി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിലും ദച്ചുവിൻ്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. താൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ വല്ലാതെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. ഒരു പക്ഷേ തനിക്ക് അച്ഛൻ്റെ അമ്മയും സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും അവളുടെ മനസ്സിൻ്റെ വേദന കാണാൻ കഴിയാത്തത്. അവൻ ആലോചനയോടെ നിന്നു. ഫ്രഷായി തിരികെ ഇറങ്ങുമ്പോൾ അവനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. ദച്ചു ഡൈനിങ് ടേബിൾ ഫുഡ് എടുത്ത് വയ്ക്കുമ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അവനെ കണ്ടതും അവളൊരു പ്ലേറ്റ് എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ച് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. നീ കഴിക്കുന്നില്ലേ ശിവ? ഏയ്, എനിക്ക് വിശപ്പില്ല. അവളൊരു പ്ലേറ്റിലേക്ക് മാത്രം ഭക്ഷണം വിളമ്പുന്നത് കണ്ട് അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവളെ പിടിച്ച് എയറിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾക്ക് ഫുഡ് വിളമ്പി. അവൾ നോക്കുന്നത് കണ്ട് കണ്ണുകൊണ്ട് അത് കഴിക്കാൻ പറഞ്ഞു. ശേഷം അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവനെ നോക്കിക്കൊണ്ട് അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ശിവ. അല്പസമയത്തിന് ശേഷം അവളെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചത്. അവൾ മുഖമുയർത്തി അവനെ നോക്കി. എന്തെങ്കിലും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയോ ശിവ? അവൻ ചോദിക്കുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവൾ മൗനം പാലിച്ചതേയുള്ളൂ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാവും. അവളൊന്നും പറയുന്നില്ലെന്നുണ്ടതും അവൻ അതും പറഞ്ഞുകൊണ്ട് ചെറുചിരിയോടെ എഴുന്നേറ്റ് വാഷേരിയിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി അവൾ അല്പസമയം അവിടെ തന്നെ ഇരുന്നു. ശേഷം പ്ലേറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയി. ജോലിയെല്ലാം ഒതുക്കി വെച്ച് ദച്ച് റൂമിലേക്ക് ചെന്നു. അവൻ അവിടെയൊന്നും കണ്ടില്ല. അവൾ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ കയ്യിലൊരു സിഗരറ്റും പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവനെ തന്നെ നോക്കിയതിനു ശേഷം അവൾ തിരിഞ്ഞ് റൂമിൽ ചെന്ന് കോട്ടിലേക്ക് ഇടന്നു. ദച്ച് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അവൻ റൂമിലേക്ക് വന്നത്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ നോക്കി. എന്നെ വിട്ടു പോവല്ലേടി, എനിക്ക് നീയല്ലേ ഉള്ളൂ. നിന്നെ കൂടി നഷ്ടമായ പിന്നെ ഈ അമ്മനില്ല. അതുകൊണ്ടല്ലേടി ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നത്. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം കംഫേർട്ട് എടുത്ത് അവളെ പുതപ്പിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കിടന്നു. അപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലൊക്കെയും അവനാകെ ഗ്ലൂമിയായിരുന്നു. ദച്ചുവും ഹരി അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യം അറിയാവുന്നതിനാൽ അവനോടൊന്നും ചോദിച്ചിരുന്നില്ല. ഇതിനിടയിലൊരു ബിസിനസ് മീറ്റിന് വേണ്ടി അവൻ 2-3 ദിവസത്തേക്ക് പുറത്തേക്ക് പോയിരുന്നു. തിരിച്ചു വന്ന അവൻ്റെ മങ്ങിയ മുഖം അവരെ സംശയത്തിലാക്കിയിരുന്നു. ശിവ, നാളെ രാവിലെ നമുക്കൊരു യാത്രയുണ്ട്, റെഡിയാവണം. രാത്രി ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവൻ പറയുന്ന കേട്ട് ഹരിയും ദച്ചു മുഖമേർത്ത് നോക്കി. എവിടെ കടാ? അത് സർപ്രൈസാ. ഹരി ചോദിച്ചതിന് മറുപടിയെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവൻ്റെ കണ്ണുകളിലെ വിഷമം ദച്ചു കണ്ടിരുന്നു. പിന്നെ ആരൊന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ മുറികളിലേക്ക് പോയി. രാവിലെ ദച്ചു ഹരി റെഡിയായി വന്നു. അമ്മൻ അവരുടെ അടുത്തേക്ക് വന്നു. അവർ 3 പേരും കൂടി കാറിലേക്ക് കയറി. ഇനിയെങ്കിലും ഒന്ന് പറയാമൻ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കാറിലേക്ക് കയറുമ്പോൾ ഹരി ചോദിച്ചതിന് മറുപടിയെ അമ്മനെ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. അവരുടെ കാറ് നേരെ ചെന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടൽ മുമ്പിൽ നിന്നു. ഡിക്കിയിൽ നിന്നും ദച്ചുവിൻ്റെ ബാഗുകളുമായി ഡ്രൈവർ വന്നു. അവൻ അതുമായി കൊണ്ട് അകത്തേക്ക് നടന്നു. ദച്ചുവും ഹരിയും പരസ്പരം നോക്കിക്കൊണ്ട് അവൻ്റെ പിറകെ നടന്നു. റിസപ്ഷനിൽ എന്തോ ചോദിച്ചതിന് ശേഷം അവർ നേരെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഇവിടെ എന്താണെന്ന് ഹരി പലവട്ടം ചോദിച്ചെങ്കിലും അവനൊന്നും ഇട്ടാവുന്ന പുഞ്ചിരിച്ചതേയുള്ളൂ. ഒരു റൂമിന് മുമ്പിൽ ചെന്ന് അവൻ ഡോർ നോക്ക് ചെയ്തു. അകത്തുനിന്ന് വാതിൽ തുറന്നു. അവൻ ദച്ചുവിനെ ഹരിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അവൻ്റെ പിന്നാലെ തന്നെ ഹരിയും ദച്ചുവും കയറി. അകത്തേക്ക് കയറിയ ദച്ചു മുന്നിലിരിക്കുന്നവരെ കണ്ട് തറഞ്ഞു നിന്നു. തുടരും. ഈ